നിങ്ങൾ അങ്ങനെയുള്ള ചില ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? ഭാഗ്യം എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്ന പോലുള്ള ചിലർ. അവർ എപ്പോഴും കറക്റ്റ് സ്ഥലത്ത് കറക്റ്റ് സമയത്തെത്തും. കറക്റ്റ് ആൾക്കാരെ പരിചയപ്പെടും. ഒരു കോഫി ഷോപ്പിൽ വെച്ച് യാദൃച്ഛികമായിട്ട് ഒരാളെ കാണുന്നു. അത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഡ്രീം ജോബിലേക്ക് നയിക്കുന്നു. അല്ലെങ്കിൽ ഒരു ട്രെയിൻ മിസ്സാകുന്നു, പക്ഷേ ആ നിരാശയിൽ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ അപ്പോൾ പരിചയപ്പെടുന്ന ഒരാൾ ഭാവിയിൽ അവരുടെ ജീവിത പങ്കാളിയായി മാറുന്നു. ഏറ്റവും ആവശ്യമുള്ള സമയത്ത് വഴിയിൽ നിന്നൊരു 100 രൂപയുടെ നോട്ട് കിട്ടുന്നു. ഇനി ഇതൊക്കെ സംഭവിച്ചവരോട് ഈ ഒരു കഴിവിനെ പറ്റി ചോദിച്ചാൽ അവരൊരു ചിരിയോട് കൂടി പറയും, ഏയ് എനിക്കിതറിയില്ല, വെറുതെ ഭാഗ്യത്തിന് സംഭവിച്ചതാണ്. ഈ ഭാഗ്യം എന്ന് പറയുന്നത് ആകാശത്ത് നിന്ന് പൊട്ടി വീഴുന്ന എന്തോ ഒന്ന് അല്ലെങ്കിലോ, ഇത് നമുക്ക് സംഭവിക്കുന്ന ഒന്നല്ല, മറിച്ച് നമ്മൾ അറിയാതെ തന്നെ ശാസ്ത്രീയമായിട്ടും സൈക്കോളജിക്കലായിട്ടും ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നാണെങ്കിലോ. സത്യം പറഞ്ഞാൽ എൻ്റെ സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങളൊന്നും ഞാൻ പ്ലാൻ ചെയ്ത് നടത്തിയ കാര്യങ്ങളേ അല്ല. അതൊന്നും എൻ്റെ 5 ഇയർ പ്ലാനിൻ്റെ ഭാഗമല്ലായിരുന്നു. അതൊക്കെ വന്നത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ്. ഞാനിപ്പോഴും ഓർക്കുന്നു, തിരുവനന്തപുരം MG കോളേജിൽ BSc ഫിസിക്സ് പഠിക്കുന്ന സമയം. അന്ന് ഇലക്ട്രോണിക്സ് പേപ്പർ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. ട്രാൻസിസ്റ്ററും കപ്പാസിറ്ററും ഒന്നും തലയിൽ കയറുന്നില്ല. സത്യം പറഞ്ഞാൽ ആ ഒരു പേടിയിൽ നിന്നും ആശയക്കുഴപ്പത്തിൽ നിന്നുമാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ട് തുടങ്ങുന്നത്. ആർക്കെങ്കിലും മനസ്സിലാക്കി കൊടുക്കുമ്പോൾ എനിക്കും മനസ്സിലാകുമല്ലോ എന്നൊരു ചിന്ത. അതൊരു ചെറിയ തുടക്കമായിരുന്നു. പക്ഷേ ആ ഒരൊറ്റ തീരുമാനമാണ് എന്നെ കണ്ടൻറ് ക്രിയേഷൻ എന്ന കല പഠിക്കാൻ പ്രേരിപ്പിച്ചത്. പതിയെ പതിയെ ഫിസിക്സിലെ വലിയ വലിയ ആശയങ്ങൾ സിമ്പിളായി പറയാനാണ് എനിക്ക് ഇഷ്ടമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. പഠനം കഴിഞ്ഞ് സെൻട്രൽ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി കോച്ചിങ്ങിന് പോയി. പക്ഷേ എൻ്റെ വഴി അതല്ല എന്ന് തോന്നി അത് പാതി വഴിയിൽ നിർത്തി. പിന്നെ കൊറോണ വന്നു. അതിനുശേഷം MSc ഫിസിക്സിന് ചേർന്നു. അവിടെ നിന്നും മനസ്സ് മാറി കാര്യവട്ടം ക്യാമ്പസിൽ ജേർണലിസത്തിൽ PG എടുത്തു. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതെല്ലാം വെറും ചാഞ്ചാട്ടവും ഭാഗ്യ പരീക്ഷണവുമായിട്ടൊക്കെ തോന്നാം. പക്ഷേ ഓരോ ഘട്ടത്തിലും ഇതല്ല, അതാണ് എൻ്റെ വഴി എന്ന് തിരിച്ചറിഞ്ഞ് ഞാനെടുത്ത ചില തീരുമാനങ്ങളുണ്ടായിരുന്നു. ആ തീരുമാനങ്ങളാണ് എന്നെ ഇന്നിവിടെ ഒരു ഫുൾ ടൈം കോണ്ടൻറ് ക്രിയേറ്ററും എൻ്റർപ്രണറും ബിസിനസ് പേഴ്സണാക്കി മാറ്റിയത്. അന്ന് ഇലക്ട്രോണിക്സ് പേപ്പറിനെ പേടിച്ച് മാറി നിന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നാട്ടുകാർ എന്ത് വിചാരിക്കുമെന്ന് കരുതി ആ ജോലിയിൽ തന്നെ തുടർന്നിരുന്നെങ്കിൽ ഞാനിന്ന് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടാവില്ല. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ചോദ്യം വന്നു, ഇതിനൊക്കെ ഒരു സയൻസ് ഉണ്ടോ? നമുക്ക് ഭാഗ്യത്തെ ഡിസൈൻ ചെയ്യാൻ പറ്റുമോ? ഒരുതരം സെറൻഡിപ്പിറ്റി എഞ്ചിനീയറിംഗ്. സെറൻഡിപ്പിറ്റി, നമ്മൾ ഒരു കാര്യം അന്വേഷിച്ചു പോകുമ്പോൾ യാദൃച്ഛികമായി അതിനേക്കാൾ നല്ല മറ്റൊരു കാര്യം കണ്ടെത്തുന്നതിനെയാണ് നമ്മൾ സെറൻഡിപ്പിറ്റി എന്ന് പറയുന്നത്. ഒരുതരം അവിചാരിതമായിട്ടുള്ള ഭാഗ്യം. നമ്മൾ തേടിപ്പോയ നിധിയല്ല, പക്ഷേ വഴിയിൽ നിന്ന് അതിലും വിലപിടിപ്പുള്ള ഒന്ന് കിട്ടുന്ന ആലോചിച്ച് നോക്കിയേ. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്, നമുക്ക് ഈ സെറൻഡിപ്പിറ്റിയെ എഞ്ചിനീയർ ചെയ്യാൻ പറ്റുമോ? ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം ഈ ഭാഗ്യം അഥവാ ലക്ക് എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മളെല്ലാം ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഒരു കൺട്രോളും ഇല്ലാതെ യാദൃശികമായി നമുക്ക് അനുകൂലമായി വരുന്നൊരു സംഭവമാണെന്ന്. ഇതിനെ നമുക്ക് പ്യുവർ കോയിൻസിഡൻസ് ലക്ക്, മലയാളത്തിൽ ശുദ്ധമായ യാദൃശിക ഭാഗ്യം എന്ന് വിളിക്കാം. വർഷങ്ങളായി ഓർക്കാത്തൊരു പഴയ സുഹൃത്തിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ വിളിക്കുന്നു, അല്ലെങ്കിൽ തലയ്ക്ക് മുകളിൽ നിന്നൊരു തേങ്ങ നമ്മുടെ തലയിൽ വീഴാതെ ജസ്റ്റ് അപ്പുറത്തേക്ക് വീഴുന്നു. പ്രപഞ്ചം അതിൻ്റെ ഡൈസ് ഉരുട്ടുന്നു, അതിലൊരെണ്ണം നമ്മുടെ പേരിൽ വീഴുന്നു. അത്ര മാത്രമാണ് എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ കുറച്ചുകൂടി ആഴത്തിലേക്ക് പോയാൽ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു പിക്ചറാണ്. നമ്മുടെ മനോഭാവവും പ്രവൃത്തികളും കൊണ്ട് ഒരു പരിധി വരെ നമുക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന, നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്ന മറ്റൊരു തരം ഭാഗ്യത്തെക്കുറിച്ച്. ഇനി സൈക്കോളജിയിൽ ലക്ക് എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ ഒരു സ്വഭാവമല്ല, മറിച്ച് ഓരോ വ്യക്തിയുടെയും സ്വഭാവമാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള തുറന്ന മനസ്സ് അഥവാ ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ് എന്ന സ്വഭാവവുമായിട്ട് ഇതിന് വലിയ ബന്ധമുണ്ട്. അതുപോലെ പാറ്റേണുകൾ തിരിച്ചറിയാനുള്ള നമ്മുടെ കഴിവും നമ്മുടെ ശ്രദ്ധയും ഇതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതായത് 1000 കാര്യങ്ങൾ ചുറ്റും നടക്കുമ്പോൾ നമ്മൾ എന്ത് കാണുന്നു, എന്ത് കാണാതെ വിട്ടുകളയുന്നു എന്നതൊക്കെ ഈ ഭാഗ്യത്തെ നിർണ്ണയിക്കും. ഞാനൊരു എക്സാമ്പിൾ പറയാം. ജീവിതം ഒരു കൊടുങ്കാറ്റുള്ള കടൽ പോലെയാണെന്ന് വിചാരിക്കുക. അതിലെ തിരമാലകളെയോ കാറ്റിനെയോ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അതൊന്നും നമ്മുടെ കയ്യിലല്ല. പക്ഷേ നമ്മുടെ കപ്പലിൻ്റെ പായ ശരിയായ ദിശയിലേക്ക് തിരിച്ചു വയ്ക്കാൻ പറ്റും. കാറ്റ് എങ്ങോട്ടാണ് വീശുന്നതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് കപ്പൽ ഓടിക്കാനും പഠിക്കാൻ പറ്റും. ഈ ലക്കി ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാർ അവരാ കടലിലെ മികച്ച കപ്പിത്താന്മാരാണ്. ഏത് ദിശയിൽ നിന്ന് കാറ്റ് വന്നാലും അതിനെ തങ്ങൾക്ക് അനുകൂലമാക്കാൻ പാകത്തിന് അവർ എപ്പോഴും തയ്യാറായിരിക്കും. ഇതിനെപ്പറ്റി പറയുമ്പോൾ സൈക്കോളജിസ്റ്റ് റിച്ചാർഡ് വൈസ്മാൻ നടത്തിയൊരു കിടിലൻ പരീക്ഷണമാണ് ഓർമ്മ വരുന്നത്. അദ്ദേഹം സ്വയം ഭാഗ്യമുള്ളവരെന്നും ഭാഗ്യമില്ലാത്തവരെന്നും വിശ്വസിക്കുന്ന 2 ഗ്രൂപ്പ് ആൾക്കാരെ നിരന്തരം വർഷങ്ങളോളം പഠിച്ചു. അതിലൊരു എക്സ്പെരിമെൻറ്റ് വളരെ സിമ്പിളാണ്. ഈ 2 ഗ്രൂപ്പുകാർക്കും അദ്ദേഹം ഒരു പത്രം കൊടുത്തു, സെയിം പത്രമാണ്. എന്നിട്ട് അതിലെ ഫോട്ടോകളുടെ എണ്ണം എണ്ണിയെടുക്കാൻ പറഞ്ഞു. ഭാഗ്യമില്ല എന്ന് വിശ്വസിക്കുന്നവർ ഏകദേശം 2 മിനിറ്റ് എടുത്തിട്ട് അതിലെ ഓരോ ഫോട്ടോയും എണ്ണി തീർത്തു. പക്ഷേ ഭാഗ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന കൂട്ടർ വെറും 2 സെക്കൻഡുകൾക്കുള്ളിൽ ഉത്തരം പറഞ്ഞു. എങ്ങനെയാണെന്നല്ലേ,
ആ പത്രത്തിൻ്റെ രണ്ടാമത്തെ പേജിൽ വളരെ വലിയ അക്ഷരത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു: എണ്ണുന്നത് നിർത്തുക. ഈ പത്രത്തിൽ 43 ഫോട്ടോകളുണ്ട്. ഭാഗ്യമില്ല എന്ന് പറയുന്നവർ ആ ഫോട്ടോ എണ്ണുക എന്ന ടാസ്കിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചതുകൊണ്ട് ആ വലിയ മെസ്സേജ് കണ്ടില്ല. അവരുടെ ശ്രദ്ധ ഒരു ടണൽ പോലെ ഇടുങ്ങിയതായിരുന്നു. ഇനി കഥയിലെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, പത്രത്തിൻ്റെ മിഡിൽ പേജിലായിട്ട് നടുവിലായിട്ടൊരു മെസ്സേജ് ഉണ്ട്. എണ്ണുന്നത് നിർത്തിയിട്ട് നിങ്ങൾ ഈ ഫോട്ടോസിൻ്റെ എണ്ണം എഴുതി വെച്ചിരിക്കുന്ന മെസ്സേജ് കണ്ട് എന്ന് പരീക്ഷ നടത്തുന്നവനോട് പറയുക, എങ്കിൽ നിങ്ങൾക്ക് $250 സമ്മാനം കിട്ടും. അതും നമ്മുടെ ഭാഗ്യമില്ല എന്ന് പറയുന്ന സുഹൃത്തുക്കൾ കണ്ടില്ല. ഇതിൽ നിന്ന് വൈസ്മാൻ എത്തിയൊരു നിഗമനമുണ്ട്: ലക്കി എന്ന് പറയുന്ന ആൾക്കാർക്ക് കൂടുതൽ ഭാഗ്യം കിട്ടുന്നില്ല, പകരം അവർ കൂടുതൽ കാര്യങ്ങൾ കാണുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. അവരുടെ കണ്ണെപ്പോഴും തുറന്നിരിക്കും. അപ്രതീക്ഷിതമായ സൂചനകൾക്കായി അവർ എപ്പോഴും കാതോർത്തിരിക്കും. ഇനി നിങ്ങൾ കാര്യങ്ങൾ കാണുന്നു എന്നതിനപ്പുറം കാര്യങ്ങൾ നമ്മുടെ പ്ലാൻ അനുസരിച്ച് നടക്കാതെ വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതും പ്രധാനമാണ്. നമുക്കിതിനെ മിസ്ഡ് ട്രെയിൻ പാരഡോക്സ് എന്ന് വിളിക്കാം. നമുക്ക് എല്ലാവർക്കും ഈ ഒരു അനുഭവം ഉണ്ടാവും. ഞാനത് ഫ്ലൈറ്റ് വെച്ച് പറഞ്ഞുതരാം. ഒരു എയർപ്ലെയിൻ നമുക്ക് മിസ്സാവുന്നു. ആ ദേഷ്യത്തിൽ എയർപോർട്ടിൻ്റെ കഫേയിൽ പോയിരിക്കുമ്പോൾ നമ്മൾ പരിചയപ്പെടുന്ന ഒരാൾ നമ്മുടെ ഭാവിയിലെ ബിസിനസ് പാർട്ട്ണറായി മാറുന്നു. അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ച് ചെയ്ത ഒരു പ്രോജക്റ്റ് പാതി വഴിയിൽ നിന്നു പോകുന്നു. പക്ഷേ അത് കാരണം നമുക്ക് അതിലും നല്ലൊരു അവസരം കിട്ടുന്നു. ഒരു പരാജയം ഒരു വലിയ വിജയത്തിൻ്റെ കാരണമായി മാറുന്നു. ഇത് വെറും തോന്നലല്ല, ഇതിന് കൃത്യമായിട്ടുള്ള ന്യൂറോ സയൻറ്റിഫിക് ബേസ് ഉണ്ട്. നമ്മുടെ പ്ലാനുകൾ തെറ്റുമ്പോൾ, കാര്യങ്ങളൊരു അൺസർണിറ്റി ഫേസിലൂടെ പോകുമ്പോൾ നമ്മുടെ ബ്രെയിൻ പുതിയ കാര്യങ്ങൾ പഠിക്കാനും ബിറ്റ് ക്രിയേറ്റീവ് ആകാനും തയ്യാറെടുക്കും. ഈ ഒരു അനിശ്ചിതത്വം നമ്മുടെ ബ്രെയിനിൽ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ പുറത്തുവിടാനുള്ള റീസണായി മാറും. ഡോപ്പമിൻ എന്ന് കേൾക്കുമ്പോൾ ഹാപ്പിനെസ് മാത്രമല്ല ഓർക്കേണ്ടത്, മോട്ടിവേഷൻ്റെയും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിൻ്റെയും ഒക്കെ കെമിക്കലാണത്. അതായത് ഒരു അപ്രതീക്ഷിത സംഭവം നമ്മുടെ ബ്രെയിനിനോട് പറയുകയാണ്: ഹേയ്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, പഴയ പ്ലാൻ പാളിപ്പോയി, ഇനി പുതിയ എന്തെങ്കിലും പഠിക്ക്. നിങ്ങളുടെ മനസ്സ് എപ്പോഴും പേടിയിലാണെങ്കിൽ ഒരു ട്രെയിൻ മിസ്സാകുന്നത് ഒരു ദുരന്തം മാത്രമായിരിക്കും. പക്ഷേ നിങ്ങളുടെ മനസ്സ് ഫ്ലെക്സിബിൾ ആണെങ്കിൽ അതൊരു പുതിയ അവസരമാണ്. ഇനി ഭാഗ്യത്തിൻ്റെ ഒരു സോഷ്യൽ സൈഡൂടെ നോക്കാം. സോഷ്യോളജിസ്റ്റ് മാർക്ക് ഗ്രെനോവെറ്റർ നടത്തിയ ദ സ്ട്രെങ്ത് ഓഫ് വീക്ക് ടൈസ് എന്നൊരു പ്രശസ്തമായ പഠനമുണ്ട്. അദ്ദേഹം കണ്ടെത്തിയ കാര്യം ശരിക്കും നമ്മളെ ഞെട്ടിക്കും. നമ്മുടെ ജീവിതത്തിലെ വലിയ കരിയർ അവസരങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ജോലികൾ, ഇതൊക്കെ വരുന്നത് നമ്മുടെ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നോ കുടുംബക്കാരിൽ നിന്നോ അല്ല, മറിച്ച് നമുക്ക് വലിയ അടുപ്പമില്ലാത്ത എന്നാൽ വല്ലപ്പോഴും സംസാരിക്കുന്ന പരിചയക്കാരിൽ നിന്നാണ്. അതായത് നമ്മുടെ വീക്കായിട്ടുള്ള ടൈസ്, ഏറ്റവും ലോലമായിട്ടുള്ള ബന്ധമുള്ള ആളുകൾ. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ നമ്മുടെ അതേ ലോകത്താണ് ജീവിക്കുന്നത്. അവർക്കറിയാവുന്ന ആൾക്കാരെയും വിവരങ്ങളെയും നമുക്കും അറിയായിരിക്കും. പക്ഷേ പണ്ടെപ്പോഴോ ഒരു കോൺഫറൻസിൽ വെച്ച് കണ്ട വ്യക്തി, അല്ലെങ്കിൽ വല്ലപ്പോഴും വിളിക്കുന്ന ഒരു പഴയ കോളേജ് സുഹൃത്ത്, ഇവരൊക്കെ നമുക്ക് പുതിയ ലോകങ്ങളിലേക്കുള്ള ബ്രിഡ്ജസ് ആണ്, പാലങ്ങളാണ്. അവർ വഴി നമുക്ക് പുതിയ വിവരങ്ങൾ, പുതിയ അവസരങ്ങൾ, പുതിയ നെറ്റ്വർക്കുകൾ കിട്ടും. അവരാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന സെറൻഡിപ്പിറ്റിയുടെ ഹ്യൂമൻ ഏജൻറ്റ്സ്. എൻ്റെ ജീവിതത്തിലെ ഓരോ അവസരത്തെയും ഞാൻ ഉപയോഗിച്ചത് സംസാരം കൊണ്ടാണ്. എൻ്റെ ആശയങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്നതുകൊണ്ടാണ്. പലപ്പോഴും നമുക്ക് നല്ല ആശയങ്ങളും കഴിവുകളും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അത് ശരിയായ രീതിയിൽ ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെടുത്തും. അപ്പോൾ സയൻസ് പറയുന്നത് വളരെ വ്യക്തമാണ്: ഭാഗ്യം ഒരു നിഷ്ക്രിയ അവസ്ഥയല്ല, അതൊരു ആക്റ്റീവ് പ്രോസസ്സാണ്. നിങ്ങൾ എത്ര വാതിലുകൾ തുറന്നിടുന്നുവോ, എത്ര വ്യത്യസ്തരായ ആൾക്കാരോട് സംസാരിക്കുന്നുവോ, പ്ലാനിൽ നിന്ന് വ്യതിചലിക്കാൻ എത്രത്തോളം തയ്യാറാകുന്നുവോ, അത്രയധികം മുറികളിലേക്ക് ഭാഗ്യത്തിന് കടന്നു വരാൻ പറ്റും. ഇനി നമുക്ക് സയൻസിൽ നിന്ന് ഫിലോസഫിയിലേക്ക് വരാം. ചില ചിന്താ പരീക്ഷണങ്ങൾ, തോട്ട് എക്സ്പെരിമെൻറ്റ്സ് നടത്താം. ബട്ടർഫ്ലൈ പാരഡോക്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ബ്രസീലിൽ ഒരു ചിത്രശലഭം ചിറകടിക്കുന്നത് ടെക്സസിലൊരു കൊടുങ്കാറ്റുണ്ടാക്കാൻ കാരണമാകാം എന്ന തിയറി. നമ്മുടെ ജീവിതവും അതുപോലെയാണെങ്കിലോ? നിങ്ങൾ മുൻപെടുത്തൊരു നിസ്സാരമെന്ന് തോന്നുന്ന ഒരു തീരുമാനത്തെപ്പറ്റി ആലോചിച്ച് നോക്കിയേ. ഒരു പ്രത്യേക ഇമെയിലിന് കൊടുത്തൊരു മറുപടി, അല്ലെങ്കിൽ എന്നും പോകുന്ന വഴി വിട്ട് വേറൊരു വഴി തിരഞ്ഞെടുക്കുന്നു. ആ ഒരൊറ്റ ചെറിയ തീരുമാനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ തുടർ ചലനങ്ങളെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയേ. അന്ന് ആ തീരുമാനം എടുക്കുമ്പോൾ അതൊരു ഭാഗ്യമാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷേ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകും. അതായത് നമ്മൾ ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ മാറ്റങ്ങളെ ഇങ്ങനെ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓരോ ചെറിയ പ്രവൃത്തിയും നമ്മുടെ ഭാവിയെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ളതാണ്. ഇനിയൊരു ആശയമാണ് ഒബ്സർവേഷൻ ഇല്യൂഷൻ. നമ്മൾ ഒരു കാര്യത്തെ ശ്രദ്ധിക്കുമ്പോൾ മാത്രമാണോ ഭാഗ്യം വരിക? ഒരേപോലത്തെ റാൻഡം ലോകത്ത് ജീവിക്കുന്ന 2 പേരെ സങ്കല്പിക്കുക. 2 പേർക്കും ഒരേ അളവിൽ നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഒരാളുടെ ബ്രെയിൻ എപ്പോഴും പാറ്റേൺ കണ്ടെത്താനും സംഭവങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാനും യാദൃച്ഛികതയിൽ അർത്ഥം കണ്ടെത്താനും ശ്രമിക്കുന്ന ആളാണ്. അയാൾ അയാളുടെ ജീവിതത്തെ നോക്കി പറയും, ഞാനൊരു ഭാഗ്യവാനാണ്. മറ്റേയാൾ അതേ സംഭവങ്ങൾ അനുഭവിച്ചിട്ടും അതിനെ വെറും അന്യായമായിട്ടും അർത്ഥമില്ലാത്ത കുറേ സംഭവങ്ങളുമായിട്ടും കാണും. അയാൾ പറയും, എൻ്റെ ജീവിതം ഒരു ദുരന്തമാണ്.
ലോകം രണ്ടു പേർക്കും ഒന്ന് തന്നെ ആയിരുന്നു, പക്ഷേ പെർസ്പെക്റ്റീവ്, കാഴ്ചപ്പാട് ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഒരു പക്ഷേ ഭാഗ്യം എന്നത് പ്രോബബിലിറ്റിയിലല്ല, നമ്മുടെ കാഴ്ചപ്പാടിലാണ് ജീവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഭാഗ്യത്തിൻ്റെ മെക്കാനിസം മനസ്സിലാക്കിയാൽ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലേ? ഒരു പരിധിവരെ പറ്റും. നമുക്ക് ആകാശത്ത് നിന്ന് ഇടിമിന്നലിനെ ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ വീട്ടിൽ ഇടിമിന്നൽ ഏൽക്കുമെന്ന് പേടിയുണ്ടെങ്കിൽ ഇടിമിന്നൽ വീഴാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ടവറുകൾക്ക് മുകളിൽ നമുക്ക് മിന്നൽ രക്ഷാചാലകം വയ്ക്കാൻ പറ്റും. അതുപോലെ ഭാഗ്യം വന്നിറങ്ങാനുള്ള സർഫസ് ഏരിയ നമ്മൾ കൂട്ടുക. അതിന് ചില വഴികളുണ്ട്. ഇത് സയൻറ്റിഫിക്കായിട്ടുള്ള എൻ്റെ കുറേ റീഡിങ്സിൽ നിന്ന് കിട്ടിയ കാര്യമാണ്. നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റും. പക്ഷേ ഇതിനൊരു ആധികാരികമായിട്ടുള്ള വിവരം എന്നതിലുപരി നിങ്ങൾക്ക് പരീക്ഷിക്കാൻ പറ്റുന്ന ചില സജഷൻസ് ആയിട്ട് എടുക്കുക. 1. എക്സ്പോഷർ. എത്രത്തോളം വ്യത്യസ്തമായ ചുറ്റുപാടുകളും ആൾക്കാരുമായും ആശയങ്ങളുമായിട്ടും നിങ്ങൾ ഇടപെടുന്നുവോ അത്രത്തോളം പുതിയ അവസരങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടും. നിങ്ങൾക്കൊന്നും അറിയാത്തൊരു വിഷയത്തെപ്പറ്റി ഒരു പുസ്തകം വായിച്ചു നോക്കുക, അല്ലെങ്കിൽ കേട്ടിട്ടില്ലാത്തൊരു വിഷയത്തെപ്പറ്റിയുള്ളൊരു ക്ലാസ് കേൾക്കാൻ പോ. ഓരോ പുതിയ ഇൻപുട്ടും പുതിയ ലോട്ടറി ടിക്കറ്റാണ്. 2. ക്യൂരിയോസിറ്റി ബയസ്. ക്യൂരിയോസിറ്റി ഉള്ളൊരു മനസ്സ് ലോകത്തെ കാണുന്നത് തന്നെ ഡിഫറൻ്റ് ആണ്. നമ്മുടെ ഉള്ളിൽ ജിജ്ഞാസ അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി ഉണ്ടാകുമ്പോൾ ബ്രെയിൻ ഡോപ്പമിൻ പുറത്തുവിടും. അത് നമ്മളെ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും കണ്ടെത്തുന്ന കാര്യങ്ങൾ ഓർമ്മിക്കാനും അവയെ തമ്മിൽ ബന്ധിപ്പിക്കാനും സഹായിക്കും. സോ ജിജ്ഞാസ നമ്മളെ സെറൻഡിപ്പിറ്റിക്ക് വേണ്ടി വയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. 3. അൺസർട്ടനിറ്റിയെയും ബുദ്ധിമുട്ടുകളെയും സ്വീകരിക്കാനുള്ള മനസ്സ്. അൺലക്കി എന്ന് കരുതുന്നവർ പലപ്പോഴും പരിചയമില്ലാത്ത സാഹചര്യങ്ങളെ പേടിയായിരിക്കും. എന്നാൽ ലക്കി ആയിട്ടുള്ള ആൾക്കാർ ആ ഡിസ്കംഫർട്ടിനെ സ്വീകരിക്കും. പിന്നെ ഇതിലെനിക്കൊരു ചെറിയ സജഷൻ ഉള്ളത്, ചില കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇൻട്രോവേർട്ട് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഓക്കെ അല്ലാതിരിക്കുക, അത്തരം ഹ്യൂമനിസ്റ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഇതിനകത്തുള്ളപ്പോഴും ഞാനൊരു സജഷനായിട്ട് പറയുന്നതാണ്. അതിനെ നമ്മൾ വേറൊരു ആസ്പെക്റ്റ് കാണേണ്ടതാണ്. നമുക്ക് ആരെയും അറിയാത്തൊരു പാർട്ടിക്ക് പോകാൻ മടിയില്ലെങ്കിൽ നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ഒരു അപരിചിതനോട് സംസാരിക്കാൻ പേടിയില്ലെങ്കിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ഈ ഒരു ശീലം നമ്മുടെ ബ്രെയിനിനെ മാറ്റിയെടുക്കും. അനിശ്ചിതത്വം അല്ലെങ്കിൽ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് ഒരു ഭീഷണിയല്ല, മറിച്ച് പുതിയൊരു അവസരമാണെന്ന് ബ്രെയിൻ പഠിക്കും. 4. നെറ്റ്വർക്ക് കൊളിഷൻസ്. സിലിക്കൺ വാലി പോലെയുള്ള ഇന്നവേറ്റീവ് ഹബ്ബുകളിൽ നടക്കുന്നൊരു ടെക്നിക്കുണ്ട്. അവർ പ്ലാൻ ചെയ്ത് ഈ ഭാഗ്യം ഉണ്ടാക്കാറുണ്ട്. അതായത് വ്യത്യസ്ത കമ്പനികളിലുള്ള ടീമുകളിലുള്ള ആൾക്കാർക്ക് പരസ്പരം കാണാനും സംസാരിക്കാനും വേണ്ടി അവിടെ പൊതുവായ കഫറ്റീരിയകളും കോഫി കോർണറുകളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും. കാരണം വലിയ വലിയ ആശയങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇത്തരം യാദൃച്ഛികമായിട്ടുള്ള കൂട്ടിയിടികളിൽ നിന്നാണെന്ന് അവർക്കറിയാം. ഇതുപോലെ നമ്മുടെ ജീവിതവും ഡിസൈൻ ചെയ്യാൻ പറ്റും. വ്യത്യസ്ത താല്പര്യങ്ങളുള്ള ഗ്രൂപ്പുകളിൽ ചേരുക, ഒരു സ്പോർട്സ് ടീം അല്ലെങ്കിൽ ഒരു ബുക്ക് ക്ലബ്ബ് അല്ലെങ്കിൽ ഒരു വോളണ്ടിയേഴ്സ് ഗ്രൂപ്പ്, ഇങ്ങനെ വ്യത്യസ്തമായ ലോകത്തിലുള്ള ആൾക്കാരുമായിട്ടും ആശയങ്ങളുമായിട്ടും നമ്മൾ കൂട്ടിയിടിക്കണം. അപ്പോൾ ഈ ഒരു തത്വം നമ്മുടെ ജീവിതത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, നമ്മൾ പുറത്തേക്ക് നോക്കിയാലും ഇത് കാണാൻ പറ്റും. എൻ്റെ വലിയൊരു ആഗ്രഹമാണ് ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുന്ന സ്പേസ്, ബാക്കിയുള്ളവർക്ക് ഇടപെടാൻ പറ്റുന്ന നല്ല നല്ല ഹെൽത്തി സ്പേസുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയ. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ഭയങ്കരമായിട്ടുള്ള ചേഞ്ച് ഉണ്ടാക്കും. സോ നമ്മൾ പുറമേ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യരാശിയുടെ വളർച്ചയുടെ തന്നെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഒരു കൊളിഷനാണ്, ഈ സെറൻഡിപ്പിറ്റിയാണ്. ശാസ്ത്രത്തിൻ്റെയും ടെക്നോളജിയുടെയും വലിയ കണ്ടുപിടുത്തങ്ങളെല്ലാം തുടങ്ങിയത് ഒരു ആക്സിഡൻറ്റിൽ നിന്നാണ്. പക്ഷേ റെഡിയായൊരു മനസ്സത് ശ്രദ്ധിച്ചത് കൊണ്ടാണ് അതൊരു കണ്ടുപിടുത്തമാവുന്നത്. കോടിക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിച്ച പെൻസിലിൻ കണ്ടുപിടിച്ചത് അങ്ങനെ ഒരു ആക്സിഡൻ്റാണ്. അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് വൃത്തിയില്ലാതെ വെച്ചിട്ട് പോയ ഒരു പെട്രി ഡിഷിൽ ഒരു ഫംഗസ് വളരുകയും അത് ബാക്ടീരിയ നശിപ്പിക്കുന്നതായിട്ട് കാണുകയും ചെയ്തു. ആ ഒരു പരീക്ഷണം പരാജയപ്പെട്ടതാണെന്ന് തോന്നി വലിച്ചെറിയാമായിരുന്നു. പക്ഷേ അദ്ദേഹം അതിൽ ക്യൂരിയോസിറ്റിയോടെ നോക്കിയിട്ട് അതിനെ ഒരു മരുന്നാക്കി മാറ്റി. മൈക്രോവേവ് ഓവൻ കണ്ടുപിടിച്ചത് ഒരു റഡാർ എഞ്ചിനീയറുടെ പോക്കറ്റിലിരുന്ന ചോക്ലേറ്റ് ഉരുകിയത് ശ്രദ്ധിച്ചപ്പോഴാണ്. വെൽക്രോ എന്ന് പറയുന്ന ആ ഒട്ടിക്കുന്ന സാധനമില്ലേ, ആ ഒരു ആശയം വന്നത് ഒരു നായയുടെ ദേഹത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന മുള്ളുകൾ എങ്ങനെയാണ് അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് പറ്റിപ്പിടിച്ചിരിക്കുന്നത് എന്ന് എഞ്ചിനീയർ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയപ്പോഴാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വലിയ ആശയങ്ങൾ പോലും വന്നത് തോട്ട് പ്രോസസ്സുകളിലൂടെ, തോട്ട് എക്സ്പീരിയൻസിലൂടെയാണ്. അപ്പോൾ നമ്മുടെ സിവിലൈസേഷൻ്റെ ഓരോ കുതിച്ചുചാട്ടവും തുടങ്ങിയത് ഒരു ആക്സിഡൻസിൽ നിന്നോ അല്ലെങ്കിൽ തെറ്റിൽ നിന്നോ ഒരു കോയിൻസിഡൻസിൽ നിന്നോ ഒക്കെയാണ്. പക്ഷേ ആരെങ്കിലും അത് ശ്രദ്ധിച്ചത് കൊണ്ട് മാത്രമാണ് അതൊരു നേട്ടമായത്. സെയിം എവല്യൂഷൻ ഇതുപോലെയാണ്. യാദൃച്ഛികമായിട്ടുള്ള DNA മ്യൂട്ടേഷനുകൾ പുതിയ സാധ്യതകൾ നൽകുന്നു. അതിൽ ഏറ്റവും മികച്ചത് നിലനിൽക്കുന്നു. ഒരുപക്ഷെ ഭാഗ്യം എന്നത് ഒരു മനുഷ്യൻ്റെ മാത്രം കാര്യമല്ല, ഈ പ്രപഞ്ചം സ്വയം പുതിയ സാധ്യതകൾ കണ്ടെത്തുന്ന ഒരു രീതിയാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തന്നെ തിരികെ വരുമ്പോൾ ഈ പാറ്റേൺ എനിക്ക് വളരെ വ്യക്തമാണ്. എൻ്റെ ജീവിതത്തിലെ ഓരോ വഴിത്തിരിവും, ഓരോ പ്രോജക്റ്റും, ഓരോ ബന്ധവും തുടങ്ങിയത് വളരെ ചെറുതും റാൻഡമും ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായി തോന്നിയതുമായിട്ടുള്ളൊരു കാര്യത്തിൽ നിന്നാണ്. ജേർണലിസം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പാസ്സാവണമെങ്കിൽ ആക്ച്വലി ഒരു ഇൻറ്റേൺഷിപ്പ് പൂർത്തിയാക്കണം. ഒരു തിരുവനന്തപുരത്തുള്ള കമ്പനിയിൽ ഞാൻ AI പ്രോംപ്റ്റ് എഞ്ചിനീയറായിട്ട് ജോയിൻ ചെയ്തു.
പക്ഷേ അവിടെ കയറിയതിന് ശേഷം അവിടെ 3 മാസം പ്രവർത്തിച്ചപ്പോഴാണ് ഞാൻ സ്വയം പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് AI ഫീൽഡിനെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പഠിച്ചത്. സോ അതൊക്കെ നോക്കുമ്പോൾ പോകാൻ മടിച്ച ഒരു പരിപാടിയിലേക്ക് ഒരു സുഹൃത്ത് വിളിക്കുക, ഒരു പ്രോജക്റ്റിൽ വന്ന ടെക്നിക്കൽ മിസ്റ്റേക്ക് കാരണം പുതിയൊരു സ്കില്ല് പഠിച്ചെടുക്കുക, അല്ലെങ്കിൽ പഠിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക. സോ ഭാഗ്യം എനിക്ക് വേണ്ടി എവിടെയും കാത്തിരിക്കുകയായിരുന്നില്ല, ഞാൻ അതിനെ ശ്രദ്ധിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അത് ചുറ്റുമുള്ള ബഹളങ്ങളിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നുണ്ട്. സോ നമ്മൾ ചെയ്യുന്ന തെറ്റുകളിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. സോ എൻ്റെ പ്ലാനുകളെ തടസ്സപ്പെടുത്തിയ കാര്യങ്ങളിൽ അത് ഒളിച്ചിരിക്കുന്നുണ്ട്. ഇതിൽ നിന്നൊരു പുതിയ ആശയം കിട്ടും: റിട്ടേൺ ഓൺ ലക്ക്. ജീവിതത്തിൽ നിങ്ങൾക്ക് എത്ര ഭാഗ്യത്തിനുള്ള അവസരങ്ങൾ കിട്ടുന്നു എന്നതിലല്ല കാര്യം, കിട്ടുന്ന ഒരൊറ്റ അവസരം നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ്. ലോട്ടറി അടിക്കുന്നത് ശുദ്ധമായ ഭാഗ്യം തന്നെയാണ്, പക്ഷേ ആ കിട്ടിയ കോടികൾ കൊണ്ട് എന്ത് ചെയ്യുന്നു എന്നത് പൂർണ്ണമായി നമ്മുടെ കയ്യിലാണ്. ലോട്ടറി അടിച്ച് ജീവിതം തകർന്നുപോയ എത്രയോ ആളുകളുടെ കഥകളുണ്ട്. കിട്ടിയ പണം ശരിയായി ഉപയോഗിക്കാൻ അറിയാതെ തെറ്റായ തീരുമാനങ്ങൾ എടുത്ത് എല്ലാം നശിച്ച് പഴയതിലും മോശം അവസ്ഥയിലായവരുണ്ട്. ഇവിടെ ശുദ്ധമായ ഭാഗ്യം വന്നിട്ടും അതിനെ കൈകാര്യം ചെയ്യാനുള്ള മറ്റേ ഭാഗ്യം, അതായത് ശരിയായ മനോഭാവം അവർക്കുണ്ടായിരുന്നില്ല. ഒരേ മഴയാണ് എല്ലാവരുടെയും പറമ്പിൽ പെയ്യുന്നത്, പക്ഷേ ചിലർ വിത്ത് നടാൻ തയ്യാറായിരിക്കും, മറ്റു ചിലർ മഴയെ ശപിക്കും. നിങ്ങൾക്ക് കിട്ടുന്ന ഭാഗ്യത്തിൽ നിന്നും നിങ്ങൾ എന്ത് റിട്ടേൺ ഉണ്ടാക്കുന്നു എന്നതിലാണ് നിങ്ങളുടെ ജീവിതം രൂപപ്പെടുന്നത്. ആ ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഞാൻ ഹൗ ടു സ്പീക്ക് കോൺഫിഡൻ്റ്ലി എന്ന കോഴ്സ് ഉണ്ടാക്കിയത്. ഇതൊരു സാധാരണ സ്പോക്കൺ ക്ലാസ് അല്ല, മറിച്ച് ഏത് സാഹചര്യത്തിലും, അതൊരു ഇൻ്റർവ്യൂ ആകട്ടെ, ഒരു പ്രസൻറ്റേഷൻ ആകട്ടെ, ഒരു സാധാരണ സംസാരം ആകട്ടെ, നമ്മുടെ ഉള്ളിലെ പേടിയെ മാറ്റി നമ്മുടെ ആശയങ്ങളെ ആത്മവിശ്വാസത്തോടെ പുറത്തു കൊണ്ടുവരാൻ പരിശീലിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ്, ഒരു കോഴ്സാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഭാഗ്യത്തിൻ്റെ റിട്ടേൺ കൂട്ടാൻ ചിലപ്പോൾ നിങ്ങളെ ഈ ടൂൾ സഹായിക്കും. താല്പര്യമുള്ളവർക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ലിങ്ക് നോക്കാം. സോ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു മുക്കുവൻ്റെ കാര്യം പോലെയാണിത്. കടലിൽ മീനുണ്ടോ എന്നുള്ളത് അയാളുടെ നിയന്ത്രണത്തിലേ അല്ല, അത് ശുദ്ധമായ ഭാഗ്യമാണ്. പക്ഷേ എല്ലാ ദിവസവും വലയുമായിട്ട് കടലിൽ പോവുക, കാറ്റിനെയും കാലാവസ്ഥയും പറ്റി പഠിക്കുക, ഏറ്റവും നല്ല സ്ഥലം കണ്ടെത്തുക എന്നതൊക്കെ അയാളുടെ കയ്യിലാണ്. ഭാഗ്യം എന്ന മീൻ എപ്പോൾ വലയിൽ കുടുങ്ങുമെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ വലയുമായി കടലിലുള്ളവനെ ആ മീനിനെ കിട്ടൂ. ഇത് ലക്കി ആവുന്നതിനെ കുറിച്ചല്ല, ലക്കബിൾ ആകുന്നതിനെ കുറിച്ചാണ്. പുറത്തുള്ള ലോകം അതിൻ്റെ രഹസ്യങ്ങൾ നമുക്ക് മുന്നിൽ തുറന്നു തരാൻ പാകത്തിന് നമ്മുടെ ഉള്ളിലെ അവസ്ഥയെ മാറ്റിയെടുക്കുന്നതിനെ കുറിച്ചാണ്. ഗൂഗിൾ മാപ്പല്ല യഥാർത്ഥ സ്ഥലമെന്നും ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളൊന്നും ഒരു മാപ്പിലും ഉണ്ടാവില്ല എന്നും മനസ്സിലാകുന്നതിനെക്കുറിച്ചാണ്. ഭാഗ്യം കണ്ടെത്താനുള്ളതല്ല, ശ്രദ്ധിക്കപ്പെടാനുള്ളതാണ്. നിങ്ങൾ ലോകത്തോട് എത്രത്തോളം ഉണർന്നിരിക്കുന്നുവോ, എത്രത്തോളം കാണുന്നുവോ, എത്രത്തോളം ചോദ്യങ്ങൾ ചോദിക്കുന്നുവോ, അത്രയധികം ഭാഗ്യമുള്ളവരായി മാറും. ആസ് ഓൾവേസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. എന്നെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനുള്ള ലിങ്ക് കമൻറ്റ് ബോക്സിലുണ്ട്, തീർച്ചയായിട്ടും ചെക്ക് ഔട്ട് ചെയ്യുക. എല്ലാം നിങ്ങൾക്ക് ഉപയോഗപ്പെടും. ബൈ.